Uncle, you can begin. Uncle, you can start. Yeah. Praise the Lord. Can you hear me? വളരെ സന്തോഷമുണ്ട് ഇന്ന് നിങ്ങളുടെ മധ്യേ ദൈവവചനവുമായിട്ട് എനിക്ക് കടന്നു വരുവാനിടയായത്. I am very much glad that I could come before you once again with the word of God. പല പ്രാവശ്യം ഇന്ത്യ ഗോസ്ബൽ അസംബ്ലി എന്നെ ഈ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുവാനായിട്ടിടയായിട്ടുണ്ട്. Many times Indian Gospel Assembly has encouraged me and invited me for preaching God's word here. വീണ്ടും ഇങ്ങനൊരു അവസരം എനിക്ക് ലഭ്യമാക്കിയതിൽ ഇന്ത്യ ഗോസ്ബൽ അസംബ്ലിയിലെ എൽഡേഴ്സിനോടും ഡീക്കൻസിനോടും ബിലീവേഴ്സിനോടും എന്റെ നന്ദിയെ അറിയിക്കുകയാണ്. I am thankful to the believers Pradhan Assembly and especially the elders, deacons and the believers over there for inviting me to share God's word. വിശേഷാൽ ഇന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏവർക്കും പരിചിതനായ ഡോക്ടർ അനിൽ സാറാണ്. So Brother Anil is translating today my message. കഴിഞ്ഞ മാസം ഗോസ്ബൽ അസംബ്ലിയിൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് കേൾക്കുവാനായിട്ടിടയാണ്. So I heard that his message was encouraging for you, all of you, last time when he came for preaching. ഞങ്ങൾ ഒരുമിച്ച് ഇവിടെയുള്ള വിവിധ ശുശ്രൂഷകൾക്ക് ചുമൽ കൊടുക്കുകയും വിശേഷാൽ ഓപ്പൺ എയർ മീറ്റിംഗുകളിൽ ഞങ്ങൾ ഒരുമിച്ച് പോകുകയും ചെയ്തു വരും. All together we both are involved in various ministries here in Pathanamthitta and also especially involved in the open air preaching. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് വീണ്ടും ആയിരിക്കുവാനിടയായത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I am thankful to God that we could come together and be in the presence of God. കഴിഞ്ഞ വർഷം പ്രിയ ജോർജ് അങ്കിളും ഞാനുമായി ഒരുമിച്ച് ആന്ധ്രയുടെ പ്രദേശത്ത് വേലയ്ക്ക് കടന്നു പോകാനായിട്ട് ദൈവം സഹായിച്ചു. Last year George Uncle and me could go together to Andhra Pradesh for ministries in Andhra Pradesh. വളരെ പ്രതികൂലം നിറഞ്ഞതായിരിക്കുന്ന ആന്ധ്രയുടെ വിവിധ ഗ്രാമീണ പശ്ചാത്തലങ്ങളിലൂടെ ഞങ്ങൾ സഞ്ചരിക്കാനായിട്ടിടയായി. Though there was there are many troubles and problems in the places where we went in the villages of Andhra Pradesh, we could go together to those places. ശാരീരികമായി വളരെ പ്രയാസങ്ങളിലൂടെയാണ് പ്രിയ ജോർജ് അങ്കിൾ ആ നാളുകളിൽ കടന്നുപോയത്. നിങ്ങൾ അറിയുന്നത് പോലെ 2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടതായിട്ട് വന്നു. So during those times George Uncle was not well and 2 times he was admitted to the hospital there. എങ്കിലും അദ്ദേഹത്തിന്റെ ആ വലിയ ഉത്സാഹം ചെറുപ്പക്കാരനായി എനിക്ക് വലിയൊരു വെല്ലുവിളിയായി തീർന്നു. But his encouragement and his vision and his enthusiasm in the ministry was very encouragement for my life as a young man. അതുകൊണ്ട് ഇനിയും ആന്ധ്രയുടെ പ്രദേശത്തേക്ക് കടന്നു ചെന്ന് വേലയിൽ തുടരണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. So therefore I also decided that I will go again and do the ministries in Andhra Pradesh. ഇന്ത്യ ഗോസ്ബൽ അസംബ്ലിയിലെ സഹോദരന്മാർക്ക് ഇതൊരു വെല്ലുവിളിയായിട്ട് എടുത്ത് വർഷത്തിൽ ഒന്നെങ്കിലും വന്ന് ആന്ധ്രയിലെ ആ ശുശ്രൂഷ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ദൈവം സഹായിക്കും. Let it be a challenging matter for those who are in the Indian Gospel Assembly in New York and let you also come and do various ministries in Andhra Pradesh. നിങ്ങൾ ഓരോരുത്തരും ഈ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരും വിവിധ ശുശ്രൂഷകൾക്ക് കൈത്താങ്ങൽ ചെയ്യുന്നവരുമാണ് എന്ന് എനിക്കറിയാം. So I know that you are praying for this ministry and being part of this ministry. മാത്രമല്ല നിങ്ങൾ ഇതുവരെ പ്രാർത്ഥനകൾ ഓർക്കുന്നത് പോലെ ഞാനൊരു ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആയിരിക്കുകയാണ്. As you also know that I am involved in constructing a new home for my family. 25 വർഷമായി ഞാൻ വാടക കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. Last 25 years I was living in a rented home. ഇപ്പോൾ താമസിക്കുന്ന വാടക ഭവനത്തിൽ പ്രിയ ജോർജ് അങ്കിൾ കടന്നു വന്നിട്ടുണ്ട്. So current the rented house George Uncle came and spent some time here. പത്തനംതിട്ടയിലുള്ള ഒരു സഹോദരൻ 4 സുവിശേഷകന്മാർക്ക് തന്റെ സ്ഥലം സൗജന്യമായിട്ട് എഴുതി തരുവാനായിട്ടിടയായി. So a brother from Pathanamthitta distributed his own property to for evangelists. ഇതിൽ ഒരു വ്യക്തി ഞാനായിരിക്കുന്നു. So I am one of the evangelists. ഇതിന്റെ ഭവനത്തിന്റെ പണി എന്റെ ഏറെക്കുറെ ഫൗണ്ടേഷൻ അതിന്റെ തറനിരപ്പ് പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. We have begun the constructing the home and right now we have completed the foundation work. ഇനി അതിന്റെ ബ്രിക്സ് വർക്കും മറ്റു കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിനായി ദൈവജനത്തിന്റെ പ്രാർത്ഥനയെ ഞാൻ അപേക്ഷിക്കുന്നു. So I request all of your prayer support towards the coming and upcoming works of the house. ഈ ആവശ്യത്തിന് വേണ്ടി ഞാനൊരു ലെറ്റർ പ്രിയ ജോർജ് അങ്കിളിന്റെ വാട്സാപ്പിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിനെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. Regarding this matter I have sent a letter through George Uncle and I request that you can pray about it. ഇനി നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. So let us turn our attention to God's words.
ദൈവവചനം തേനിലും തേൻകെട്ടയിലും മധുരമേറിയതാണ്. So God's word is sweeter than honey and honeycomb. നാം ഇത് ഏത് രീതിയിൽ മനസ്സിലാക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. How we understand the scripture, that is the matter. കൂടുതൽ അറിയുന്നവന് കൂടുതൽ അടി കിട്ടും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. The more we know, more will be punished. That's what Jesus said. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 48-ാമത്തെ വാക്യത്തിലാണ് നാം അത് വായിക്കുന്നത്. So Luke chapter 12 verse 48. So let us read that verse. Luke chapter 12 verse 48. I will read for you this verse. But he who did not know, yet committed things deserving of strips, shall be beaten with a few. For everyone to whom much is given, from him much will be required. And to whom much has been committed, of him they will be asked more. കൂടുതൽ അറിയുന്നവനോട് ഞാൻ കൂടുതൽ ചോദിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. To those who know more will be asked more. എന്നാൽ ഇന്ന് വിശ്വാസ സമൂഹം അതിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. കൂടുതൽ അറിയാതെ ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്നാണ് അവർ ചിന്തിക്കുന്നത്. So the more people, the believers today, misunderstood this verse. We want to go as it is. We don't want to know more. എന്നാൽ സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൽ ഒരു വാക്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. So I will read, in connection with the life of Moses, I will read one verse from Numbers. 14-ന്റെ 22-23. So chapter 14 verse 21 and 22. ഇപ്പോൾ 10 പ്രാവശ്യം അവർ എന്നെ പരീക്ഷിക്കുകയും എന്റെ വാക്ക് കൂട്ടാക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് അവരുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ള ദേശം അവർ കാണുകയില്ല. 14 verse 21 and 22 and 23. That 14 verse 22 and 23. Because all these men who have seen my glory and the signs which I did in Egypt and in the wilderness, and have put me to the test now these 10 times, and have not heeded my voice, they certainly shall not see the land of which I swore to their fathers, nor shall any of those who rejected me see it. മരുഭൂമിയിൽ വെച്ച് അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ട ഈ ജനം, so they have seen my glory and the signs during their wilderness journey. എന്നാൽ അവർ 10 പ്രാവശ്യം ഇപ്പോൾ എന്നെ പരീക്ഷിച്ചിരിക്കുന്നു. But they have tested me more than 10 times. ഇത് സ്വർഗത്തിലെ ദൈവം എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. So God, the heavenly Father, heeder, and heavenly Father is counting it. ദൈവത്തിൽ നിന്നുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട ജനം ദൈവത്തെ പരീക്ഷിക്കുന്നു. So people who have seen the signs and miracles now is testing God. ഓരോ പരീക്ഷണവും സ്വർഗത്തിലെ ദൈവം എണ്ണിക്കൊണ്ടിരിക്കുന്നു. Each testing is being counted in heaven. അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. The more who received will be required. എന്നാൽ മോശ 10 പ്രാവശ്യം യഹോവയെ പരീക്ഷിച്ചില്ല. Moses did not tested God for 10 times. ഒരു പ്രാവശ്യം മാത്രമാണ് മോശ ദൈവത്തെ പരീക്ഷിച്ചത്. Only one time Moses tested God. മോശയുടെ ഒരു തെറ്റും ജനത്തിന്റെ 10 തെറ്റും. So there is the equality that Moses one mistake and one test and people's 10 mistakes. നമ്മള് ഒരു മെഷർമെന്റ് ഒരു ത്രാസിൽ വെച്ച് തൂക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ ജനത്തിന്റെ 10 തെറ്റ്, ലെഫ്റ്റ് സൈഡിൽ മോശയുടെ ഒരു തെറ്റ്. If you measure these both things, the mistakes of the people, that is 10 things, and the mistake of Moses, that is one thing, measure it. ഏതായിരിക്കും കൂടുതൽ ഭാരമുള്ളത്? Which will be more weight? യാതൊരു സംശയമില്ല, മോശയുടെ ഒരു തെറ്റിനാണ് ഭാരം കൂടുതൽ. No doubt that Moses one mistake is more weight. കാരണം കർത്താവ് പറഞ്ഞു ലൂക്കോസ് 12:48 അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. That's what Jesus said in Luke chapter 12 that we read. The more you receive, more will be required. ഇങ്ങനെയാണെങ്കിൽ ബ്രദർ ആൻഡ് സമൂഹം യഥാർത്ഥ ഉപദേശം കൈയാളുന്ന വിശ്വാസ സമൂഹമാണ്. The people called brethren, the brethren people, we know the whole word, God's word, and we know the whole, the doctrines. We know the pure doctrines.
അത് നാം എത്രമാത്രം അതിനെ ക്രയവിക്രയം So ചെയ്യുന്നവരായിട്ടിരിക്കും. how much we are utilizing it, that is the question. അതിന് കർത്താവ് നമ്മളോട് ചോദിക്കും. So one day God is going to ask to us. അതുകൊണ്ട് നമുക്ക് ജാഗരൂകരായിട്ടിരിക്കാം. Let us be cautious about these things. നമ്മുടെ കൃപാവരങ്ങളെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി സഭയിൽ നമുക്കതിനെ ഗുണനീകരിക്കാം. Let us utilize the gifts that is being given to us in the church. എനിക്ക് ദൈവം തന്നിരിക്കുന്ന കൃപാവരം എന്ത് എന്നറിഞ്ഞ് അതിനെ പരിപോഷിപ്പിക്കുവാനായിട്ട് നാം പ്രതിജ്ഞാബദ്ധരായിരിക്കണം. Let us enrich or let us lighter the gift that is given to me personally. That is, we should enlighten it in our church. എനിക്കുള്ള കൃപാവരം ഇല്ല എന്നുള്ള നിലയിലും ഇല്ലാത്തവ ഉണ്ട് എന്നുള്ള നിലയിലും സഭയിൽ വർത്തിക്കുവാനായിട്ട് പാടില്ല. So the gift is given to me, we should know it, and we should acknowledge it. We should not, worry about that is not given to us. ദൈവം എനിക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങളെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം ലജ്ജിക്കുവാനിടയാകരുത്. God should not be ashamed of the gifts that is granted to us. അതിനെ നമുക്ക് ആ രീതിയിൽ എന്താണ് പറയേണ്ടത്, അതിനെ വർദ്ധിപ്പിക്കാം. Let us utilize and multiply these gifts given to us. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ വിശ്വാസികളോട് പറയുന്ന ഒന്ന് രണ്ട് പോയിന്റുകൾ നിങ്ങളുമായി പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. So tonight I would like to discuss about Apostle Paul was telling some of the things to the believers at Ephesus. അതിനായിട്ട് എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിയാം. Let us turn our attention to Ephesians chapter 3. 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ പ്രാരംഭമായി വായിക്കുവാനായിട്ട് So ആഗ്രഹിക്കുന്നത്. I would like to read from 14 to 19. Ephesians chapter 4 verse 3 verse 14 to 19. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് അല്പമായി ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ വാക്യം. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിലും പേർ വരുവാൻ കാരണമായി പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. So 3 verse 14 and 15 we read like this. For this reason I bow my knees to the Father of our Lord Jesus Christ, from whom the whole family in heaven and earth is named. അപ്പോസ്തലനായ പൗലോസ് മുട്ടുകുത്തിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. As we read here, Apostle Paul is bowing down before the Lord. എന്തിനാണ് പൗലോസ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? Why Apostle Paul is praying like this here? എഫെസോസിലെ വിശ്വാസികളുടെ അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കണം. So why he was bowing down or why he was praying? Because he wants to pray for the strengthening of the inner man of the believers. അവരുടെ വിശ്വാസ യാത്രയിൽ ഒരു പ്രതികൂലം കടന്നു വരും എന്ന് മുന്നമേ അറിഞ്ഞ പൗലോസ് അവരുടെ ഉള്ളിലെ മനുഷ്യനെ ജീവൻ കൊടുക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. So when they travel, when they leave the faith, their faith life on this earth, they may face the difficulties in their life, and he is praying that during or while they go through this, they may be strengthened in their inner man. മുട്ടുകുത്തിയുള്ള പൗലോസിന്റെ പ്രാർത്ഥന. So bowing down, or I bow my knees to the Father of our Lord Jesus Christ. ഇവിടെ മുട്ടുകുത്തുക എന്ന് പറഞ്ഞാൽ കേവലം ഫിസിക്കലി അവന്റെ മുട്ടുകുത്തി എന്നുള്ള അർത്ഥം മാത്രമല്ല, നമ്മുടെ ഇച്ഛകളെയും നമ്മുടെ ഹൃദയത്തെയും ദൈവം മുമ്പാകെ വണങ്ങുക എന്നുള്ളതാണ്. What is the meaning of bowing down? Not simply, physically, kneeling down our knees before the Lord, but completely bowing down our mind and our soul and fully committed to the Lord. എന്താണ് പ്രാർത്ഥന? പൗലോസ് 16-ാമത്തെ വാക്യത്തിൽ അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. What is the prayer of Paul here? That in verse 16 it says that he would grant you according to the riches of his glory to be strengthened with might through his spirit in the inner man. അകത്തെ മനുഷ്യന്റെ ശക്തിയാണ് ആന്തരിക ശക്തി. To be strengthened with the might through his spirit in the inner man. That is the might. നമ്മുടെ ആത്മാവിന്റെ ശക്തി എങ്ങനെയുള്ളത് എന്നുള്ളത് ഒരു ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയൂ. How we know the might of our the strength of our inner man, that we will only know when we go through certain issues and problems in our life. ആ ആത്മീക ശക്തിയിൽ നിലനിൽക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ അനേക പ്രതികൂലങ്ങൾ കടന്നു വന്നാലും അതിനെ തരണം ചെയ്യാനായിട്ട് സാധിക്കൂ. Only those who are remain in this strength can overcome all the problems in this world. ഈ നാളുകളിൽ വിശ്വാസ സമൂഹത്തിന്റെ ആന്തരിക ശക്തി
വെളിപ്പെടേണ്ട കാലം ആസന്നമായിരിക്കുന്നു. So in this new age, we know that the strength of inner man of each believer has to be revealed in this particular time. 2 കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം. In 2 Corinthians chapter 4, in 4, Paul says about it. 16-ാമത്തെ വാക്യത്തിൽ 2 Corinthians chapter 4, verse 16. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കും. Therefore we do not lose heart, even though our outward man is perishing, yet the inward man is being renewed day by day. കൊരിന്ത്യരോട് പൗലോസ് ഈ കാര്യം പറയുന്നത് തന്നെയാണ് എഫെസോസുകാരോട് പൗലോസ് പറയുന്നത്. The same thing what is Paul is telling to the Corinthians is repeated in the book of Ephesians. കാരണം പൗലോസും കൂട്ടരും ബഹുസഹിഷ്ണുതയും കഷ്ടവും ബുദ്ധിമുട്ടും സങ്കടവും തല്ലും സഹിച്ചു. So Paul and companions, that they have gone through difficulties in their life. എന്നിട്ടും അവർ അധൈര്യപ്പെട്ടില്ല എന്നാണ് അവിടെ കാണുന്നത്. Yet they do not lose their heart. ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയി. And even though our outman is perishing, കാരണം ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു the അവർക്കുണ്ടായത്. reason is there was a sleepless night. എന്നാൽ ഞങ്ങളുടെ അകമേ ഉള്ളവൻ Yet the inward man നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കും. is being renewed day by day. എന്നിട്ട് പൗലോസ് പറയുന്നു, And Paul is saying here, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം, for our light affliction, which is but for a moment. അതിന്റെ 17-ാമത്തെ വാക്യമാണ് 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 17-ാമത്തെ The വാക്യം. next verse 17 it says, for our light affliction, which is but for a moment. ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യനുണ്ടായ ക്ഷയം എന്ന് പറയുന്നത് അത് നൊടി നേരത്തേക്ക് മാത്രമുള്ളതാണ്. The perishing of the outward man is for temporary. ലഘുവായ കഷ്ടം എന്നും കൂടെ പറയുന്നു. Light affliction. മാത്രമല്ല അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. Not only that, this is working for us as a far more exceeding and eternal weight of glory. അത് തന്നെയാണ് എഫേസ്യ ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ riches of his glory. The same thing is repeated in Ephesians chapter 3 verse 15, the riches of his glory. നാം അനുഭവിക്കുന്ന ഈ കഷ്ടങ്ങൾ തേജസ്സിന്റെ നിത്യഘനം പ്രാപിക്കുവാൻ കാരണമാകും എന്ന് പൗലോസ് ഉദ്ബോധിപ്പിക്കുന്നു. The troubles which we go through will help us to working for us more exceeding and eternal weight of his glory. സ്തെഫാനോസ് കല്ലേറുകൊണ്ട് രക്തസാക്ഷിയാകുന്ന സമയത്ത് When Stephen was stoned to death, കർത്താവിന്റെ തേജസ്സിനെയാണ് അവൻ കണ്ടത്. he has seen the glory of Jesus Christ. തേജസ്സിനോട് അനുരൂപനാകുവാനായിട്ട് പോകുന്നു എന്നുള്ളത് ഇവിടത്തെയുള്ള കഷ്ടതയെ ഏറ്റുവാങ്ങുവാൻ അവൻ കാരണക്കാരനായി. That sufferings and the problems he faced here helped him to conform to the glory of Jesus Christ. മറുരൂപമലയിൽ യോഹന്നാനും പത്രോസും യാക്കോബും യേശുക്രിസ്തുവിന്റെ തേജസ്സിനെ കണ്ടു. The disciples and Jesus Christ just seen the glory on the Transfiguration Mountain. അവിടെ പത്രോസ് പറയുന്നുണ്ട്, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. So Peter was telling that it is better for us to stay back here. ഈ തേജസ്ധാരികളായി ഇരിക്കുന്നതിനെ കുറിച്ചാണ് പത്രോസ് പറയുന്നത്, ഇവിടെ തന്നെ ഇരിക്കാൻ, നമുക്കിനി താഴോട്ട് പോകണ്ട എന്ന്. So why Peter was thinking so, saying that he wants to experience that glory and he does not want to go back to the earth. And he want to be in the glory. അനവധിയായ തേജസ്സിന്റെ നിത്യഘനം പ്രാപിക്കുവാൻ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടത്തെ നമുക്ക് തള്ളിക്കളയാം. So for this light affliction or the little trouble or the trouble which is for little time or a short time, let us put away all these things so that let us think about the exceeding and eternal weight of glory. പുറമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷീണിക്കുന്നുവെങ്കിലും അകമേ ഉള്ളവൻ കഴുകനെ പോലെ പുതുക്കം പ്രാപിക്കും. Even though our outward man is perishing day by day, yet the inward man is being renewed day by day like a bird. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. 1 തിമോത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ let us come back to 1 Timothy chapter 4. അതിന്റെ 6-7 വാക്യങ്ങൾ. Let us read verse 6 and 7. 1 തിമോത്തിയോസ് 4:6. 1 Timothy chapter 4 verse 6 and 7. ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും സദുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തുയേശുവിന് നല്ല ശുശ്രൂഷകൻ ആകും. If you instruct the brethren in this thing,
you will be a good minister of Jesus Christ, nourished in the words of faith and of the good doctrine which you have carefully followed. തിമോത്തിയോസിനോട് പൗലോസ് പറയുക, So Paul is telling to the Timothy here, നീ അനുസരിച്ച വിശ്വാസം, the faith that you followed, സദുപദേശത്തിന്റെ വചനത്താൽ പോഷണം ലഭിക്കണം. nourished in the words of faith. അതാണ് പ്രധാനപ്പെട്ട കാര്യം. That is the important thing here. രണ്ടാമത്തെ കാര്യം, The second thing, ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യണം. and exercise yourself toward godliness. Verse 8, എട്ടാമത്തെ വാക്യം. In English, it is the last part of verse 7, and it's we read like this here, and exercise yourself toward godliness. ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യണം. Exercise yourself toward godliness. വീണ്ടും പൗലോസ് പറയുന്നു, ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളതത്രേ. And again, Paul is telling that for bodily exercise profits a little. ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാഗ്ദത്തമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനകരമാകും. But godliness is profitable for all things, having promise of the life that now is, and of that which is to come. ഇവിടെ രണ്ട് അഭ്യാസത്തെ കുറിച്ചാണ് പറയുന്നത്. Two exercises we can see here. ഒന്ന് ദൈവഭക്തിക്ക് തക്കവണ്ണമുള്ള അഭ്യാസം. So exercise towards godliness. രണ്ട് ശാരീരികമായിട്ടുള്ള പോഷണത്തിന് വേണ്ടിയുള്ള അഭ്യാസം. Second thing, that is bodily exercise. എനിക്കൊരു സഹോദരനെ അറിയാം. I know one brother. അദ്ദേഹം ഒരു ദിവസം 1 ഡസൻ കോഴിമുട്ടയുടെ വെള്ള കഴിക്കുന്ന വ്യക്തിയാണ്. He used to consume, or he used to eat the whiteness of the eggs, 1 dozen whiteness of the eggs. അദ്ദേഹം 3 മണിക്കൂർ ജിമ്മിൽ ചെലവഴിക്കുന്ന വ്യക്തിയാണ്. After eating, he will exercise for 3 hours in the gym. അദ്ദേഹം അതിന് എടുക്കുന്ന വാക്യം ഇതാണ്, ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളത് എന്നാണ്. So he used to read these words, physical exercise profits a little. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട്, ഇന്ന് ശരീരാഭ്യാസം ചെയ്തു, ദൈവഭക്തിക്കുള്ള അഭ്യാസം ചെയ്തോ എന്ന് ചോദിക്കാറുണ്ട്. So I used to ask him that, today you exercise and that profits a little and for your body, but did you exercise for the godliness today? നമുക്കറിയാം, ഭാരത ഗവൺമെന്റ് ലോകത്തിന് സമ്മാനമായി നൽകിയതാണ് യോഗ എന്ന ശരീരാഭ്യാസം. You know that yoga is gifted by Indian government to the whole world. ന്യൂയോർക്കിലെ UN ക്യാപിറ്റലിൽ അവിടെ യോഗ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. You know that in New York, in UN center, there is a day called yoga day. അത് ശരീരാഭ്യാസത്തിന് വേണ്ടിയാണ്. That is for physical exercise. ബൈബിൾ പറയുന്നു അത് അല്പം പ്രയോജനമുണ്ട്. Bible clearly says that the bodily exercise profits a little. അതിന് യാതൊരു സംശയവുമില്ല. നാം ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് നടക്കുന്നതും എല്ലാം ശരീരത്തിന് അല്പം നല്ലതാണ്, അതിന് ഒരു സംശയവുമില്ല. So doing exercise is a good thing for our, it's a good thing for our body and our physical body. There is no doubt about it. നമുക്കറിയാം, പക്ഷി മൃഗാദികൾ, നാം വളർത്തുന്ന പെറ്റ്സ് എല്ലാം, പട്ടിയാണെങ്കിലും വേണ്ടില്ല, കിളികളാണ്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിന്റെ ചിറകടിച്ച് അത് ആ കൂട്ടിൽ തന്നെ അതിന്റെ ശരീരാഭ്യാസം ചെയ്യുന്നുണ്ട്. പട്ടിയാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും എല്ലാം അത് ചെയ്യുന്നുണ്ട്. If you observe some of the pets in your home or in our house, or if you observe the natural these birds and other animals, they do some kinds of exercise. With their leathers and with their legs and with their voice, they do many exercise. എന്നാൽ ദൈവഭക്തി എന്നുള്ള എക്സസൈസ് ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാഗ്ദത്തമുള്ളതാണ്. But what is the exercise for the godliness? That is for the life that is now is and that which is yet to come. പാപപങ്കിലമാകുന്ന ഈ ലോകത്ത് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുന്ന ഒരു മനുഷ്യന്, അവന് ഈ ലോകത്ത് മാത്രമല്ല വരുവാനുള്ള ലോകത്തേക്കുമുള്ള ഒരു വാഗ്ദത്തം അവശേഷിക്കുകയാണ്. The person who is living in this sinful world, who is doing an exercise, the spiritual exercise, and he is doing for the life that is now and as well as for the life that which is to come. ദൈവഭക്തി എന്ന് പറയുന്നത് നിനക്ക് കിട്ടിയത് നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും സദുപദേശത്തിന്റെയും വചനത്താൽ പോഷണം, പ്രോട്ടീൻ ലഭിക്കുന്നതിലൂടെയാണ്. So how you got this godliness is through nourished in the words of faith and of the good doctrine which you have carefully followed. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ്
എഫേസ്യ വിശ്വാസികളോട് പറഞ്ഞതാണ് നാം വായിച്ചു വരുന്നത് അകത്തെ മനുഷ്യന് വേണ്ടിയുള്ള ഒരു What പ്രാർത്ഥന. we read in book of Ephesians is, inner man should be nourished and strengthened. അകത്തെ മനുഷ്യന്റെ ശക്തിയാണ് ആത്മീക ശക്തി. So what is spiritual strengthness? That is the strength of the inner man. രണ്ടാമത്തെ പോയിന്റിലേക്ക് നമുക്ക് കടന്നു വരാം. Let us come to the second point. അതിന്റെ ഒരു അടിസ്ഥാനത്തിനായിട്ട് വീണ്ടും പൗലോസ് പ്രാർത്ഥിക്കുന്നു. 17-ാമത്തെ വാക്യം. Let us come back to Ephesians chapter 3 verse 17. ഇങ്ങനെയാണ്: ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി എന്ന് കാണുന്നു. That Christ may dwell in your heart through faith, that being rooted and grounded in love. നമ്മുടെ ജീവിതത്തിൽ ഒരു അടിസ്ഥാനം നമുക്കുണ്ടാകേണ്ടത് ആഴത്തിൽ വേരൂന്നേണ്ടത് ആവശ്യമാണ്. We need to have a life that the basic life or the foundational life that is to be rooted and grounded. അങ്ങനെയാണെങ്കിൽ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ഏറ്റവും വലിയ ശക്തിയായ കാറ്റായ ഈശാന മൂലൻ ആഞ്ഞടിച്ചാലും വേരൂന്നിയ ഒരു മരത്തിന് അത് തളർന്നു പോകുകയില്ല, അത് കടപുഴകി വീഴുകയില്ല. If you are rooted in the word of God, or if you are spiritually rooted, even if you face that the beat in your life, nothing will happen to your life. ഇവിടെ പൗലോസ് കൊലോസ്യരോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ കൊലോസ്യർ 2-5 വാക്യത്തിൽ when Paul saying to the believers at Colossians, in the book of Colossians chapter 2 verse 5, ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെ ഉള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. For though I am absent in the flesh, yet I am with you in the spirit, rejoicing to see your good order and the steadfastness of your faith in Christ. ഞാൻ ശാരീരികമായി നിങ്ങളിൽ അകന്നാണ് കഴിയുന്നതെങ്കിലും നിങ്ങൾ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി നിങ്ങളുടെ ക്രമവും നിങ്ങളുടെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. So for though I am absent in the flesh, but Paul is rejoicing that the good order and the steadfastness of their faith in Christ. അകത്തെ മനുഷ്യൻ രൂഢമൂലമായി അടിസ്ഥാനപ്പെട്ടതാണെങ്കിൽ ഈ ദൂരത്തിരിക്കുന്നവർക്കും അത് കണ്ട് സന്തോഷിക്കാൻ കാരണം. If your inner man is rooted, even people who are away from you can be rejoiced. മാത്രമല്ല കർത്താവായ യേശുക്രിസ്തുവിൽ നാം അടിസ്ഥാനപ്പെടണം. So not only that, we should be rooted and the steadfastness of our faith in Christ. 1 Corinthians ലേഖനം 3-11 വാക്യത്തിൽ വായിക്കുന്നത് 1 Corinthians chapter 3 verse 11 we read like this. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്കും കഴിയുകയില്ല. And we read there like this: for now no other foundation can anyone lay than that which is laid, which is Jesus Christ. പൗലോസ് ഒരു അടിസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതമായിരിക്കണം. When Paul was talking about and asking for the foundation and desiring for the foundation, that is the foundation that lay and which is laid, which is Jesus Christ. മാത്രമല്ല എഫേസ്യ ലേഖനം 2-20 വാക്യത്തിൽ ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. And again we read in Ephesians chapter 2 verse 20, having been built on the foundation of the apostles and prophets, Jesus Christ himself being the chief cornerstone. എഫേസ്യ വിശ്വാസികളോട് പറയുന്നു, ഞാൻ ഒരു അടിസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ To the Ephesians, the believers at Ephesians, I am praying for the foundation. ഒന്ന് ക്രിസ്തുവിൽ വേരൂന്നണം. We should be rooted in Christ. അത് അടിസ്ഥാനപ്പെടണം. And we should be founded. മാത്രമല്ല അപ്പസ്തോല സത്യങ്ങളിൽ അധിഷ്ഠിതമായ വേരൂന്നലായിരിക്കണം. And that is the truth of the apostles and the prophets. വേറെ പലരും പല രീതിയിൽ വേരൂന്നുന്നവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. There are many other people rooted in different areas. എന്നാൽ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പസ്തോല സത്യങ്ങളിൽ വേരൂന്നണം. But God desires from our life, our foundation should be the doctrines of the apostles and prophets. അത് സ്നേഹമെന്ന അടിസ്ഥാനത്തിലുള്ള ഊന്നലായിരിക്കണം. And that should be in the love. മാത്രമല്ല കൊലോസ്യ ലേഖനം 1-23 വാക്യത്തിൽ വായിക്കുന്നു, പ്രത്യാശ എന്ന അടിസ്ഥാനം. And in Colossians chapter 1 verse 23 we read it, the rooted in hope.
മാത്രമല്ല 2 തിമോഥെയോസ് 2:19 വായിക്കുന്നു, ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. In 2 Timothy chapter 2 verse 19, we read there like this: nevertheless, the solid foundation of God stands. അപ്പോൾ പൗലോസ് ഒരു അടിസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മറ്റ് ലേഖനങ്ങളിലും പൗലോസ് ഈ അടിസ്ഥാനത്തെ വരച്ചു കാണിക്കും. When Paul was praying for the foundation, is the same things pictured in another epistles also. എന്നിട്ട് ഇനി അടുത്തതായിട്ട് എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. Let us come back to Ephesians chapter 3. അതിന്റെ 19-ാമത്തെ വാക്യം. Let us read verse 19. വീതിയും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും. To know the love of Christ which passes knowledge, that you may be filled with all the fullness of God. അതിന് നിങ്ങളെ ഭക്തരാക്കുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. That you may be filled with all the fullness of God. പൗലോസിന്റെ അടുത്ത പ്രാർത്ഥനയുടെ പോയിന്റ് ഒരു നിറവിനായിട്ട് പ്രാർത്ഥിക്കുന്നു. The next prayer of Apostle Paul is that filling. ദൈവത്തിന്റെ ദിവ്യ സ്വഭാവങ്ങളുടെ നിറവാണ് ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ടത്. In each one's personal life, the divine natures, the divine character should be filled. ഇന്ന് ആത്മാവിന്റെ നിറവ് എന്ന് പറഞ്ഞ് കാണുന്നത് വേറെ പലതുമാണ്. Today we see about the filling of the Holy Spirit in different things. അങ്ങനെയുള്ള കൂടിവരവുകൾ പെട്ടെന്ന് വളരുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. So-called people calling it the filling of the Holy Spirit. That gathering is increasing daily. എന്നാൽ ദിവ്യ സ്വഭാവങ്ങളുടെ ഗുണഗണം അതിലൂടെ പ്രതിഫലിച്ച് നാം കാണുന്നില്ല. But we cannot see the divine natures or divine characters in the filling of the Holy Spirit through their life. ആത്മാവിൽ നിറയുമ്പോൾ വചനത്തിൽ നമുക്ക് നിറവുണ്ടാകുന്നു. So when we are filled with the Holy Spirit, we also will be filled in the Word of God. ഇത് രണ്ടും സംഭവിക്കുമ്പോൾ, when both these things happens in our life, ആത്മീയ ഗുണഗണങ്ങൾ ആത്മാവിന്റെ ഫലം നമ്മളിൽ നിന്ന് ബഹിർഗമിക്കുന്നു. So we will produce the fruits of the Holy Spirit. ഇത് നമ്മളിൽ നിറയ്ക്കുന്നത് ദൈവമാണ്. It's the God only filling these things in our life. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, let us come to book of James. അവിടെ 1-ാം അധ്യായം 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, let us read verse 21. നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. And receive with meekness the implanted word, which is able to save your soul. അകത്തെ മനുഷ്യൻ ബലം പ്രാപിക്കണമെങ്കിൽ, if you want the inner man should be to be strengthened, ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനത്തെ സൗമ്യതയുടെ ആത്മാവിൽ കൈക്കൊള്ളണം. we should receive with meekness the implanted word. ഉൾനട്ട വചനം, the implanted word. ഇന്നും എല്ലാ കാലത്തും ഉൾനട്ട വചനമാണ് നാം എടുക്കേണ്ടത്, തളർക്കേണ്ടത്. Today and even in any age, the implanted word, the implanted things should blossom. അത് അങ്ങനെ വരുമ്പോഴാണ് അത് പുഷ്പിക്കുകയുള്ളൂ. Then only it should blossom. അതിന്റെ വേറെ ആഴത്തിൽ പോയില്ലെങ്കിൽ അത് ഫലകരമായ രീതിയിൽ ഫലം പുറപ്പെടുവിക്കുകയില്ല. If its root is not going down or in the deep, it cannot produce the better fruits. ഇങ്ങനെ ശക്തിയുള്ള ഉൾനട്ട വചനം കൈക്കൊണ്ട് അവരിൽ നിന്ന് വരുന്ന ഫലങ്ങൾ അത് നിലനിൽക്കുന്നതാണ്. So such fruits, the people who are rooted and implanted, and that is a permanent and eternal fruits. അവരെ യാക്കോബ് വിളിക്കുന്നത് 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്തിൽ സമ്പന്നർ എന്നാണ്. To such people, James is calling in chapter 2 verse 5. Listen, my beloved brethren, hath God not chosen the poor of this world to be rich in faith and heirs of the kingdom? നോക്കുക, അകത്തെ മനുഷ്യനിലുള്ളവനായിരിക്കുന്ന ശക്തി, ആന്തരിക ശക്തിയെ കണ്ടറിഞ്ഞ യാക്കോബ് പറയുന്നു, അവൻ വിശ്വാസത്തിൽ സമ്പന്നനാണ്. So James, who saw the believers in life and their strengths of their inner life and reflected in their outer world life, and to those people, and by seeing their faith, James is telling here that to be rich in faith. ഞങ്ങളുടെ പുറമേ ഉള്ളവൻ നാൾക്ക് നാൾ ക്ഷയിക്കുന്നു എങ്കിലും അകമേ ഉള്ളവൻ ശക്തി പ്രാപിക്കുന്നു. So though our outward man is perishing daily,
but our inner man is growing daily. പുറമേയുള്ള മനുഷ്യൻ സിക്സ് പാക്ക് ആണ്, പക്ഷേ അകമേയുള്ള ആത്മീക മനുഷ്യൻ ഏത് പാക്കിലാണ്? We know that, some people's, godly is a six-pack, but what about our inner man? പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് രാവിലെ നാം എഴുന്നേറ്റപ്പോൾ ശരീരാഭ്യാസം നാം ചെയ്തു, എന്നാൽ ആത്മീകമായിട്ട് ഏത് അഭ്യാസം നാം ചെയ്തു? Dear brothers and sisters, we did this morning, after getting above our bed, we might have done the physical exercises, but what about our spiritual exercise? എന്നാൽ ആത്മീകമായ ദൈവഭക്തിക്ക് തക്കവണ്ണമുള്ള അഭ്യാസം നമ്മുടെ ഈ ലോകത്ത് മാത്രമല്ല, വരുവാനുള്ള ലോകത്തേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നതാണ്. So the exercise towards the godliness, not only for this age, but the age to come. വരുന്ന നാളുകളിൽ, in the coming days, നമ്മുടെ ആത്മീകമായിരിക്കുന്ന മസിലുകൾ ബലപ്പെടുവാനായിട്ട് കാരണമായി തീരും. the muscles of the inner man, the spiritual man, let it be strengthened in the coming days. അത് എങ്ങനെയാണ് അതിനെ വർദ്ധിപ്പിക്കേണ്ടത്? വിശ്വാസത്താലും സദുപദേശത്തിന്റെ വചനത്താലും. We can increase it by faith and by the doctrine. ദൈവവചനത്താലും വ്യക്തിപരമായ പ്രാർത്ഥനയാലും നമ്മുടെ ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. So towards the spiritual godliness only can be increased by reading the Bible or praying to God. ഞാൻ ഇന്ന സഭയിലായിരിക്കുന്നത് ദൈവം ആണെന്നെ ഈ സഭയിൽ അനുവദിച്ചിരിക്കുന്നത്, ഇവർക്കൊരു പോഷണമായിട്ട് ഞാൻ നിലനിൽക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. So when God allows you to be in this assembly, God decides from your life is that you should be a nourished person to others. ദൈവഭക്തിക്ക് വേണം അഭ്യാസം ചെയ്യുന്നതാണ് നമ്മുടെ കൂടിവരവുകൾ ഓരോന്നും. And we should be, our gatherings, our meetings, everything should be towards the godliness. ഏതെങ്കിലും ഒന്ന് സ്കിപ്പ് ചെയ്യുന്നെങ്കിൽ ദൈവഭക്തിക്ക് ഏതെങ്കിലും ഒരു മസിൽ അതിന് വീക്കാകും എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. If we skip any of the spiritual activities, if we forget to do any of the spiritual things, it will weaken our spiritual muscle. എന്റെ ഏത് മണ്ഡലമാണ് ശക്തിപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെ മനസ്സിലാക്കി ആ ഭാഗം നമുക്കൊന്ന് സ്ട്രെങ്തൻ ചെയ്യാം. Which area is weak in my spiritual life? Let us find it out and let us strengthen it. കൂടുതൽ മേടിച്ചവനോട് കൂടുതൽ ചോദിക്കും. The more receive, more is required and committed. ജനത്തിന്റെ 10 തെറ്റ് and the mistakes of the 10 mistakes of the people. മോശയുടെ ഒരു തെറ്റായിരുന്നു വലുത്. Moses' one mistake was great. അതുകൊണ്ട് ഈ നാളുകളിൽ ഉപദേഷ്ടാക്കന്മാരായി അനേക ദീർഘവർഷങ്ങളായി ഈ വിശ്വാസത്തെ കൈയാളണം വിശ്വാസികളായ നമ്മൾക്ക് വലിയൊരു ചോദ്യചിഹ്നം ഞാൻ ചോദിക്കുന്നു. ദൈവം നമ്മളോട് അധികമായി ചോദിക്കാനായിട്ട് പോവുകയാണ്. So let me, one question I want to raise before you, and God is going to ask you, those who are rooted in the God's word and who has the knowledge of God's word. അകത്തെ മനുഷ്യന് വേണ്ടി നാം എന്തെങ്കിലും ചെയ്യുക. Did we do anything for the inner man? ഒരു ശക്തിക്കായി, for the to strengthen the inner man, ഒരു അടിസ്ഥാനത്തിനായി, for the foundation, ഒരു നിറവിനായി, for filling, ദൈവത്തിന്റെ ദിവ്യ സ്വഭാവങ്ങളുടെ നിറവിനായി, for the the spiritual characters to be filled in our spiritual life. ഏതെങ്കിലും ഒരു ദിവ്യ സ്വഭാവം നമ്മുടെ ജീവിതയാത്രയിൽ പ്രതിഫലിപ്പിക്കുവാൻ 2025 കർത്താവ് നമ്മളെ സഹായിക്കും. In 2025, now let these words be an encouraging words to reflect the spiritual things in our Christian life. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭ്യമാക്കി തന്ന സ്ഥലസഭയോടും ഉത്തരവാദിത്തപ്പെട്ട എൽഡേഴ്സിനോടും അഗൈതവുമായി നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. I am once again grateful to the elders and deacons and the church for allowing me to share God's word today. And may the name of God be glorified.